ഹായ് ഹലോ, ജാം ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സർപ്രൈസ് ആദരിക്കൽ ചടങ്ങാണ്. നമ്മുടെ കൂടെ റൈഡ് ചെയ്യുന്ന സമദുക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലമ്പൂർ റൈഡേഴ്സിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ സൈക്ലിങ്ങിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയെ ഒന്ന് ആദരിക്കുക. അതോടൊപ്പം പുള്ളിയുടെ മോള് സുറുമി, അവൾ കഴിഞ്ഞ +2 എക്സാമിൽ ഫുൾ A+ നേടിയിട്ട് വിജയിച്ചതാണ്. അപ്പോൾ അവൾക്കൊരു മൊമെൻറ്റോ കൊടുത്ത് അവളെയും ഒന്ന് ആദരിക്കുക. അപ്പോൾ അതിൽ സമദുക്കാൻ്റെത് കംപ്ലീറ്റ് സർപ്രൈസാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഇന്നത്തെ ഈ ഇവൻറ്റ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് നിലമ്പൂർ ജ്യൂസ് ആൻഡ് സ്പേസിൽ വെച്ചിട്ടാണ്, അവരുടെ പാർട്ടി ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവൻറ്റ് നടക്കുന്നിടത്തേക്ക് പോവാം. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ സൈക്കിൾ ലൈഫിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. സൈക്കിൾ ചവിട്ടി തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ കെട്ടി. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് റൈഡുകളുമായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ആളുകൾ വരുന്നു, പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ഈ ലൈഫ് സൈക്കിൾ ലൈഫ് തുടങ്ങിയതിൽ കണ്ടുമുട്ടിയതിൽ നമ്മുടെ ലബീബ്, സമദുക്ക, ഇപ്പോൾ ലാസ്റ്റ് വന്നെങ്കിൽ നമ്മുടെ ഇമ്രാൻ സാഹിബ് ഓക്കെ. അപ്പോൾ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ കൂടാതെ സമദുക്കാൻ്റെ ഫാമിലി വളരെ എൻകറേജഡ് ഫാമിലിയാണ്. സൈക്കിളിനെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് സമദുക്കാൻ്റെ ഫാമിലി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിലൊരു സമദുക്കാൻ്റെ കുട്ടി വലിയൊരു അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ് ലൈഫിലെ എഡ്യൂക്കേഷൻ ബേസിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മൊമെൻറ്റും അതിനുമനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞങ്ങളിവിടെ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് നമ്മുടെ ജംഷി പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ആശിത്ത് പറഞ്ഞ എല്ലാം സ്വാഗതം ചെയ്തു. നമുക്കെന്താ ഇന്നത്തെ ചടങ്ങ് നമ്മുടെ സമദുക്കാൻ്റെ മോൾക്ക് സുറുമിക്ക് ഫുള്ളി A+ കിട്ടിയതിന് നമ്മളൊരു മൊമെൻറ്റോ കൊടുക്കുകയാണ് നമ്മുടെ സൺഡേ റൈഡേഴ്സിൻ്റെ പേരിൽ. ഈ ഒരു കൂട്ടായ്മ ശരിക്ക് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആഷിത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ട് അതിൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷെ എനിക്കൊരു ഭാഗ്യം വന്നത്, ഞാൻ സെക്കൻഡ് റൈഡ് തുടങ്ങിയത് ഞാൻ ഈ സമദുക്കാൻ്റെ കൂടെയാണ്. അതാണ് ഞാൻ കാണുന്ന ഇതിലൊരു പ്ലസ് പോയിന്റ്. അന്ന് തൊട്ട് ഇന്ന് വരെ അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ഇത് കഴിഞ്ഞ് സമദുക്കാൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്. അന്നാണ് ഞാൻ അറിയുന്നത് ഇവൾ ഫുൾ A+ കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് കണ്ടക്ട് ചെയ്തുകൂടെ എന്നൊക്കെ ഒരു തോട്ട് വന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അലിനോടും മുഷ്ഫിനോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലെത്തി. അപ്പോൾ നമുക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അലി വാ, എല്ലാവരും വരും. എന്നാ സുറുമി വാ. മാസ്ക് പ്രശ്നമല്ല, വലിയ വലിയ മാസ്ക്. ഞാൻ ഒറ്റ അപ്പൊ നീ എന്താ ആർക്കായിട്ട് എന്താ പറയല്?
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തില് ഇതില് ആഷിഖിന്റെ ഒരു പോസ്റ്റർ ഞാൻ ഇൻസ്പയർ ചെയ്തു. ഞാൻ എന്റെ ഫസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് സമതക്കാരുടെ കൂടെയാണ്. ആ സമതക്ക നമ്മുടെ മലബാർ ഏരിയയിൽ തന്നെ സൂപ്പർ റാൻഡോണിയർ എന്ന് പറഞ്ഞൊരു പദവി, അതായത് 3 SR അടിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെ ഞങ്ങൾ സൺഡേ റൈഡേഴ്സ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ആദരിക്കുകയാണ്. അപ്പൊ അതിന് അലി സാർ എടുത്തോ. ഇത് ഞങ്ങൾ സർപ്രൈസ്. പറഞ്ഞ കാര്യമാണ്. അത് മാത്രല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കസ്റ്റമൈസ്ഡ് ആണ്. ഈ ഒരു ട്രോഫി കേരളത്തിന്റെ ഈ തല വരെ പോയാലും കിട്ടില്ല. ഇത് ഞാനും ആദ്യം ഞങ്ങള് പ്ലാൻ ചെയ്തത് ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു മെഡൽ എന്തും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ അതിലൊരു പുതുമയില്ല. നമ്മൾ കൊടുക്കുന്നതിന് ഒരു പുതുമ വേണം, അല്ലെങ്കിൽ അതിലൊരു വെറൈറ്റി വേണം. അപ്പൊ ഇത് കസ്റ്റമൈസ്ഡ് ആണ്. നമ്മുടെ ഇന്നത്തെ SRന് നമ്മൾ കൊടുത്ത മൊമെന്റിലേക്ക് സമതാക്കാന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം നമുക്ക്. സമതാക്ക പറഞ്ഞേ. ഞാൻ എന്താ പറയാ, എന്താ SR എന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അത് ചെയ്തു തീർക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ. ഒരു 200 എങ്കിലും നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് ഭാവിയിൽ നമ്മൾ ഈ ചവിട്ടണീന് നമുക്ക് എന്താണ് നമ്മൾ ഇത്രയും കാലം ചവിട്ടി എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒരു 200 ചെയ്താൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതേ ഉള്ളൂ ശരിക്കും. പക്ഷെ നമ്മുടെ മനസ്സാണ് ശരിക്കും ചവിട്ടാന്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തിച്ചേരാന്നില്ല ഒറ്റ തെളിവാണ് ഈ ഒരു SR. ഓക്കെ, അപ്പൊ സുറുമി വാ ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ഒരു സന്തോഷം പറയണ്ട. പറഞ്ഞോ, എന്നാലും പറ എന്തെങ്കിലും. ബാക്കി ഞാൻ കട്ട് ചെയ്തോളാം. കുറച്ച് കിട്ടിക്ക് വിളിച്ചത് സത്യമായിട്ട് പറയണ്ട. ഇത്രയും കിട്ടിയ ട്രോഫിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ്, കാരണം വെറൈറ്റി ആണ്. പിന്നെ എല്ലാവരോടും താങ്ക് യു. ഓക്കെ, വെൽക്കം. പിന്നെ നമ്മളെ പരിപാടിയിലെ വൈൻഡപ്പ് ആകാം. ഓക്കെ ഓക്കെ ഓക്കെ. ഫാസിൽ, നിന്റെ സൈക്കിൾ ലൈഫില് പറഞ്ഞോ കാര്യങ്ങള്. നമ്മള് സൈക്കിളിലേക്ക് ഇറങ്ങിയ കാലം മുതൽ സമ്മതിക്കാൻ നമ്മളല്ലോ. അപ്പൊ ഇന്നും അതന്നെ എന്നും അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത് സുറുമിനെ പറ്റിയിട്ട് ആ ഫുൾ A+. അപ്പം ഇൻഷാ അല്ലാഹ് പിന്നെ എൻട്രൻസ് കോച്ചിങ് നടക്കുന്നില്ലേ, അപ്പൊ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് അടുത്തത് ഒരു MBBS കിട്ടട്ടെ എന്ന് ആശംസിക്കാണ്. വലിയൊരു ആഗ്രഹമാണ് അത് കാണണം എന്നുള്ളത്. പിന്നെ അതുപോലെ സമതാക്കാനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ പിന്നെ മലപ്പുറം ജില്ല, പിന്നെ അതേപോലെ തന്നെ നമ്മളെ മലബാർ ഏരിയയിൽ ആദ്യത്തെ 3 ട്രിപ്പിൾ ആണ്. അതിന്റെ തെളിവാണ്. ഇനിയും ഒരു SR കൂടി എടുക്കാൻ, ഒന്നല്ല ഒരുപാട് SR എടുക്കാൻ കഴിയട്ടെ. ഓക്കെ, ഷാനു വാ 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 വാ. ഷാനു ഫോട്ടോ സെക്ഷനിലാണ്. ഷാനുവിന് ആ മൊമെന്റ് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. ഇങ്ങോട്ട് വാ ചങ്ങാൻ, ഇങ്ങോട്ട് വാ. ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പറയണില്ല. നന്ദി പറയാനേ നമുക്ക് ലബീബിനെ വിളിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാകട്ടെ. പഠിച്ച് ഈ നാട്ടിൽ തന്നെ
അവരുടെ ഡ്രീം ഡോക്ടറോ എഞ്ചിനീയറോ വാട്ടെവർ ആ ഒരു കരിയറിൽ ഏറ്റവും നല്ല മേഖലയിൽ തന്നെ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ കൂടാതെ സമതാക്കാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനൊന്നും വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഈ സൈക്കിളിലെ ഓരോ മൊമെൻറ്റ്സിലും നമുക്ക് കൂടുതൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് റൈഡ് ചെയ്യുന്നുണ്ട്, അതിനനുബന്ധമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി ഒരു ട്രാവൽ പോവുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യണം, അതിനനുബന്ധമായിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് തരുന്നത് സമതയ്ക്കാണ്. ഇപ്പോൾ സമതക്ക ഇനിയും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകട്ടെ. പിന്നെ കൂടാതെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് വെച്ചാൽ ഇനിയും സൈക്കിൾ ലൈഫിലേക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് കടന്നു വരുന്നുണ്ട്. അവർക്കെല്ലാം ഒരു പ്രചോദനവും അവർക്ക് നല്ല ഗൈഡ് ലൈൻസും സമതക്ക കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ആശി. ഓക്കെ, പറ. ഞാനിതിൽ ഒരുപാട് ആഗ്രഹം മുതലാണ് ഒരുപാട് നമ്മളെ സമതക്കാരെ ഫസ്റ്റ് കണ്ടുമുട്ടുന്നത്. ഈ സൈക്ലിംഗ് ഇറങ്ങാൻ വേണ്ടി തന്നെ നമ്മൾ പാഫയിൽ വെച്ചിട്ടില്ലേ ഒരുപാട് അങ്ങനെ കണ്ടുമുട്ടി. അതിന് എനിക്ക് സൈക്ലിങ്ങിലേക്കുള്ള ഒരു എൻട്രി എന്ന നിലയ്ക്ക് ഒരുപാട് സജഷൻ ഒക്കെ പറഞ്ഞു തന്നത് സമതാക്കിയാണ്. ഏതൊക്കെയാണ് സൈക്കിൾ എടുക്കേണ്ടത്, ഏതൊക്കെ ഐറ്റാണ്. കാരണം നമ്മളൊരു ബിഗിനറാണ്. അപ്പോൾ ഇതിന് എനിക്കുള്ള എല്ലാവിധത്തിലുള്ള അഡ്വൈസും തന്നത് സമതാക്കിയാണ്. അപ്പോൾ ഇന്നും ആ ബന്ധം അതുപോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും അലി പറഞ്ഞ പോലെ എല്ലാ റൈഡിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ കൂടെ നമുക്ക് ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പോലെ നമ്മളെ കൂടെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് സമതക്ക. അപ്പോൾ സമതക്കാർക്കും അതുപോലെ തന്നെ സമതക്കാരൻ്റെ സുഹൃത്തുക്കും 1000 ആശംസകൾ നേരാണ്. ഓക്കെ, താങ്ക് യു ഷാനു. അത് തന്നെ സുറുമിനെ പറ്റി കംഫർട്ടുള്ള A+ വാങ്ങിയ സുറുമിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ സമതാക്കാൻ ഞാൻ കണ്ടിട്ട് 2 വലിയ ക്വാളിറ്റീസാണ്. ഒന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരാൾക്കും ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ സൈക്ലിങ്ങിനോടുള്ള പാഷനാണോ, ഡെഡിക്കേഷനാണോ, അതാണ് അത്തരത്തിലുള്ള ഏതായാലും സമതാക്കാൻ ആ ലെവലിക്ക് ഇനി ഒന്നും കൂടി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ സമതാക്കയുടെ മകളുടെ അച്ചീവ്മെൻറ്റിന് എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ ദെൻ സമതക്ക എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ സൈക്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഇതിലോട്ട് ഇറങ്ങാൻ കുറേ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനാഗ്രേഷൻ സമയത്തൊക്കെ ഈ നിലമ്പൂർ റൈഡേഴ്സിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നല്ലാതെ ചില അസൗകര്യങ്ങൾ കാരണം കുറേ ലേറ്റായി. പക്ഷേ എപ്പോഴും ഇങ്ങനെ സമതക്കനെ കാണുമ്പോൾ മടിയാണ്. കാരണം എന്താ എടുക്കാത്തെന്ന് സമതക്ക ചോദിക്കും. ഞാനാണ് എൻ്റേതായ കുറച്ച് തിരക്ക് കാരണം കുറേ ലേറ്റായി പോയി. പക്ഷേ ലേറ്റായാണെങ്കിലും ഈ പറഞ്ഞ പോലെ സൈക്കിൾ എടുത്തപ്പോഴാണ് മനസ്സിലായത് സമതക്ക അഡ്വൈസ് ചെയ്തിട്ടാണ് ട്രക്ക് പോലെയുള്ള നല്ലൊരു ബൈക്ക് എനിക്ക് നേടാൻ പറ്റിയത്. മാത്രമല്ല എടുത്തപ്പോഴാണ് എനിക്കറിയില്ല, എടുക്കുന്ന നിമിഷം വരെ ബൈക്കിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിമാൻഡൊന്നും അറിയില്ല. പക്ഷേ ബൈക്ക് എടുത്തപ്പോഴാണ് ഇത് എത്രത്തോളം ഡിമാൻഡുള്ളതാണെന്നും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ബൈക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഈ പറഞ്ഞ പോലെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റൈഡ് അല്ലെങ്കിൽ ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ എല്ലാവരോടും പറയുന്ന വീടാണ് സമതക്ക എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കുറഞ്ഞ ദിവസങ്ങളിലുള്ള സമതക്കയോടുള്ള റൈഡ് ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ SR ഈ നേട്ടങ്ങളൊക്കെ സമതക്ക ഇനിയും മുമ്പോട്ട് പോട്ടെ എന്ന് എല്ലാവിധ ആശംസകളും പോകുന്നു. താങ്ക് യു ഇമ്രാൻ. അടുത്തത് നന്ദി പറയാനായിട്ട് നമുക്ക് ലബീബിനെ വിളിക്കാം. ആയിക്കോട്ടെ, നന്ദിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ അവന് പറയാനുണ്ട്. അവന് റൈഡിന് വരാത്ത കുറച്ച് കാര്യങ്ങളും അവനിവിടെ പറയാനുണ്ട്. എൻ്റെ സൈക്കിൾ റൈഡ് ജീവിതത്തിൽ എന്നൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സമതിക്കാണ്. കാരണം ഞാൻ സൈക്കിൾ എടുത്ത് ഫസ്റ്റ് പോയിരുന്ന ഒറ്റക്കായിരുന്നു. അതുകൊണ്ടാണോ രാവിലെ ഉറങ്ങണേ? പറഞ്ഞോ. പിന്നെ പുള്ളി എന്നെ ലോക്ക് ചെയ്തു. ഞങ്ങൾ കക്കാടംപോയിൽ പോയിരുന്ന റൂട്ടിൽ പുള്ളി എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ റൈഡിന് ഒരുമിച്ച് പോവാ, അങ്ങനെ ഒരു പ്ലാനായി ഞങ്ങൾ പോയി തുടങ്ങി. അങ്ങനെ ഒരുപാട് ഞാൻ കാണാത്ത പല സ്ഥലങ്ങളും പുള്ളി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ഇന്നേ വരെ നിലമ്പൂരിൻ്റെ ഒരു ഭാഗവും കണ്ടിട്ടില്ലായിരുന്നു. പുള്ളിയാണ് എനിക്ക് ഏകദേശം എല്ലാ റൂട്ടുകളും എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമതാക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ മുഖവര ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സമതാക്കൾക്ക് ഇനിയും കൂടുതൽ SR എടുക്കാൻ കഴിയട്ടെ. അതേപോലെ തന്നെ ഭാവിയിൽ നല്ലൊരു നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷനായിട്ട് പുള്ളിക്ക് ഇനിയും വളരാൻ കഴിയട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അതേപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സമതാക്കാൻ്റെ കാര്യമായിരുന്നു. അത് നമ്മളെല്ലാവരും ഹൈഡ് ചെയ്ത് വെച്ച് അവസാനം വരെ ഒരു സർപ്രൈസ് ആക്കി കൊണ്ടുകൊടുത്തു. അതുകൊണ്ട് പുള്ളി വരെ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ പരിപാടി ഭയങ്കര ഗംഭീരമായി. അതേപോലെ പുള്ളീൻ്റെ മോൾക്ക് +2 ഫുൾ മാർക്ക് A+ കിട്ടിയിട്ടുണ്ട്. ഭാവിയിൽ നല്ലൊരു
നല്ലൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റോ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു നിലയിൽ എത്താൻ പറ്റട്ടെ. സുറുമിക്ക് കൂടുതൽ കൂടുതൽ ഉന്നത നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മമായിട്ട് ഞാൻ പ്രശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം. അടുത്തത് നമ്മുടെ ഫുഡ്. എന്താണ് നമ്മുടെ ഫുഡ്? ബർഗർ, ചിക്കൻ ബർഗറും ആപ്പിൾ ജ്യൂസും അല്ലേ? അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. സമദുഖാൻ്റെ ഫാമിലി തൊട്ടപ്പുറത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൊട്ടപ്പുറത്ത് മാറി ഇരുന്നിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾ ഇന്നത്തെ ഇവൻ്റ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നിലമ്പൂരുള്ള ജ്യൂസ് ആൻഡ് സ്പൈസിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ്. അവരുടെ ഹാള് ഒരു ചെറിയ രീതിയിലുള്ള പാർട്ടി, ബർത്ത്ഡേ ഫങ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പാർട്ടി ഹാൾ ഒരുക്കിയിട്ടുള്ളത്. എനിവേ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഇവൻറ്റ് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്കതവിടെ പൂർത്തീകരിക്കാൻ പറ്റി. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് ജംഷീദ് ചീനിക്കൽ ഫ്രം ജാം ടോക്സ്.